ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ. കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഹോം മെയ്ഡ് കട്ട്ലേറ്റ്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീഫാണ് എടുക്കുന്നത്. ബീഫ് കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടതാണ്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബീഫ് മസാല, മഞ്ഞൾ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ബീഫിന് കണക്കാക്കി വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് വേവിപ്പിക്കാൻ വെക്കാം. പത്ത് 12 വിസിലെങ്കിലും അടിക്കണം, എന്നാലേ ബീഫ് വെന്ത് കിട്ടുള്ളൂ. ബീഫെല്ലാം വെന്ത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. അതേ കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഇനി ഉരുളക്കിഴങ്ങ് വേവിപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പിടാം, ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം, എന്നിട്ട് കുക്കർ അടച്ചിട്ട് വേവിപ്പിക്കാൻ വെക്കാം. ഇതൊരു 3-4 വിസിലെങ്കിലും അടിക്കണം, എന്നാലേ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങളുടെ വെന്ത് ഇനി ഇത് ഉടച്ചെടുക്കുന്നതാണ്. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ് അതെല്ലാം മുറിച്ചെടുത്തതാണിത്. അടുപ്പത്തൊരു പാന് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി നല്ലോണം വാട്ടാനിടുക. ഉള്ളി വാടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി ഇതിൽ മസാലപ്പൊടികളെല്ലാം ഇടണം. മഞ്ഞൾ പൊടി, മുളക് പൊടി, ബീഫ് മസാല, ഗരം മസാല എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ടേസ്റ്റിയായ കട്ട്ലേറ്റാണ്. ഇതിലേക്ക് ഇനി ബീഫും കൂടി ഇട്ട് കൊടുക്കുക. അതും നല്ലോണം മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേവിപ്പിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മസാലയും ഉരുളക്കിഴങ്ങും ബീഫെല്ലാം നല്ലോണം മിക്സായി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് ചൂട് തണിഞ്ഞാൽ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഇനി ഓരോന്നായിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ട് അത് മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഇനി കട്ട്ലേറ്റിൽ നമുക്ക് പൊരിച്ചെടുക്കാം. അതിനൊരു പാന് വെക്കാം അടുപ്പിൽ. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. രണ്ട് സൈഡും നല്ലോണം ബ്രൗൺ കളറൊന്നും ആവണ്ട, ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി. അപ്പം നമ്മളെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്, അസ്സലാമു അലൈക്കും.